ഇന്റർനെറ്റിന്റെ പോലത്തെ ഒരു ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ഒരു വിർച്വൽ ബോർഡ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ജാംബോർഡിലേക്ക് കിടക്കാം. ജാംബോർഡ് എന്ന് പറഞ്ഞല്ലോ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു വിർച്വൽ ബോർഡാണ് എന്ത് ജാംബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജാംബോർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും എന്താണ് വിർച്വൽ ബോർഡ് എന്നാണ്, എന്താണ്, അങ്ങനെ കുറേ വിർച്വൽ ബോർഡുകളുണ്ട്. മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പല വിർച്വൽ ബോർഡുകളും ഉണ്ട്. പക്ഷെ മൊബൈലിലും ലാപ്ടോപ്പിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതും ഭയങ്കരമായിട്ട് സിങ്ക് ചെയ്തിട്ടുള്ള ഒരു വിർച്വൽ ബോർഡാണ് നമ്മുടെ ജാംബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജാംബോർഡ് എന്തിനാണ് ജാംബോർഡ് തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്? ബാക്കിയുള്ള വിർച്വൽ ബോർഡ് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്തൂടെ? ജാംബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്നത്? ഗൂഗിൾ മീറ്റിൽ എല്ലാ ടീച്ചേഴ്സും പഠിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു, കുറച്ച് ടൂൾസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതുപോലെ തന്നെയാണ് ഈ ഒരു വിർച്വൽ ബോർഡ് ജാംബോർഡ്. ഓക്കെ, ദെൻ നമുക്ക് ഇതിപ്പോ എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ സൗണ്ടോ വീഡിയോയോ അല്ലെങ്കിൽ പ്രസന്റേഷൻ എന്തെങ്കിലും ക്ലാരിറ്റിയോ ലാഗോ ഉണ്ടെങ്കിൽ പറയണം. ദെൻ നമുക്ക് ഒരു ജാംബോർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഗൂഗിളിന്റെ ഹോം പേജിൽ പോവാം. ദെൻ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് ഗൂഗിൾ അപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 9 ഡോട്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, 9 ഡോട്ട്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ കുറേ അപ്ലിക്കേഷൻസ് ഓപ്പൺ ആയി വരും. ഇതിലൊന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജാംബോർഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, ജാംബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നേരെ ജാംബോർഡിലേക്ക് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ജാംബോർഡിന്റെ. പക്ഷെ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് തുറക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും വരിക. ഓക്കെ, ഇത് മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ ക്ലാസ് ഒക്കെ എടുത്തപ്പോഴും അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പല നോട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ പല സബ്ജക്റ്റുകളുണ്ട്, സോഷ്യലുണ്ട്, അതുപോലെ തന്നെ സയൻസിലുണ്ട്, കൊമേഴ്സിലുണ്ട്, അതുപോലെ മാത്സും ഉണ്ട്. ഓക്കെ, നമുക്ക് മാത്സിന്റെ ഒക്കെ ഞാൻ കാണിച്ചു തരാം. മാത്സിന്റെ ഈ ജാംബോർഡ് എന്താണ്? ഇത് ജാംബോർഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഇതായിരുന്നു. കുറച്ച് ജാംബോർഡ് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് നമ്മൾ ജാംബോർഡ് ഷെയർ ചെയ്ത് കൊടുക്കുമായിരിക്കും. അപ്പോൾ ആ സ്റ്റുഡൻസ് ലൈവായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് പേജസ് ആണ്. ഓക്കെ, വർക്ക്ഷീറ്റുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലപോലെ. ഓക്കെ, എങ്ങനെയാണ് വർക്ക്ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതൊക്കെ പറഞ്ഞു തരാം. നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഏറ്റവും ആദ്യം നമുക്കൊരു ജാംബോർഡ് ക്രിയേറ്റ് ചെയ്യണം. ജാംബോർഡ് കുറച്ച് കാര്യം കൂടിയും കാണിച്ചു തരാം കേട്ടോ. ജാംബോർഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ, ഇതിപ്പോ സയൻസ് സ്റ്റുഡൻസിന് ഓപ്പൺ ആക്കാൻ അല്ലെങ്കിൽ സയൻസ് സ്റ്റുഡൻസിന് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ജാംബോർഡ് എടുക്കുന്നത്. ദെൻ ഇടയ്ക്ക് ഞാനിന്ന് ഗൂഗിൾ മീറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്, കാരണം അത് കട്ടാകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊരു ജാംബോർഡ് സയൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന. ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുക എന്നൊക്കെ പറയാം. ഓക്കെ, ഞാൻ ജാംബോർഡ് സ്ഥിരമായിട്ട് ഒരോടനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്സ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ജാംബോർഡ്സ് ഇതുപോലെ ഇങ്ങനെ വൈഡായിട്ട് യൂസ് ചെയ്യും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ജാംബോർഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റുഡൻസ് വേഗം സംശയങ്ങളൊക്കെ, മാത്സ് ഒക്കെ ആകുമ്പോൾ നിറയെ സംശയങ്ങൾ വരും അവർക്ക്. അപ്പോൾ സംശയങ്ങൾ നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും തോറും നമുക്ക് സംശയം എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതും വലിയൊരു കാര്യമാണ്. സംശയങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്, അത് വലിയൊരു ഫ്ലോപ്പായി മാറിയുള്ളൂ. നമ്മൾ വെറുതെ ലെക്ചർ മെത്തേഡ് കൊണ്ട് ഒരിക്കലും മാത്സ് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, ജാംബോർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള വശത്തിലേക്ക് കിടക്കാം. ജാംബോർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡ് താഴെയായിട്ട് ഒരു പ്ലസ് മാർക്ക് ഉണ്ട്. റൈറ്റ് സൈഡ് താഴെയായിട്ട് ഇതിൽ എങ്ങനെയാണ് മൊബൈലിൽ യൂസ് ചെയ്യാന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ലാപ്പിന്റെ കാര്യങ്ങൾ, അത് കുറെ ഓപ്ഷൻസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഏറ്റവും നല്ലത് ലാപ്ടോപ്പിന്റെ സ്ക്രീൻ തന്നെയാണ്. റൈറ്റ് സൈഡ് താഴെയായിട്ട് എന്താണ്, ഒരു പ്ലസ് സൈൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് പുതിയൊരു ജാംബോർഡ് ഓപ്പൺ ആയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ജാംബോർഡ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജാംബോർഡ് ഓപ്പൺ ആയിട്ട് വന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അടുത്തതായിട്ട് ജാംബോർഡ് ഓപ്പൺ ആയിട്ട് വന്നാൽ എന്തൊക്കെ ഉണ്ട് ജാംബോർഡിൽ? അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മളൊരു സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ എന്താണ്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയണം. എങ്ങനെ സോഫ്റ്റ്വെയർ പഠിക്കാൻ തുടങ്ങണം. വെറുതെ കുറെ ഓപ്ഷൻസ് പഠിച്ചുകൊണ്ടായില്ല. അതൊരു ചിട്ടയിൽ പഠിച്ചു വന്നാൽ എപ്പോഴും എല്ലാ സോഫ്റ്റ്വെയറും നമ്മൾ മനസ്സിൽ നിൽക്കും. ഏറ്റവും ആദ്യം അൺടൈറ്റിൽഡ് ജാം എന്ന് പറഞ്ഞ ജാം ബോർഡിന്റെ ഒരു എന്താണ്, ഒരു ലോഗോയും അൺടൈറ്റിൽഡ് ജാം എന്നൊക്കെ പറഞ്ഞിട്ട്
ഉള്ള ഒരു ബാർ ഉണ്ടായിരിക്കും, അതിന്റെ ടൈറ്റിൽ ബാർ എന്നാണ് പറയുക. ഈ ടൈറ്റിൽ ബാറിലാണ് നമ്മുടെ ജാം ബോർഡിന്റെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പേരുകൾ അവിടെ നിലനിൽക്കുന്നത്. എല്ലാ സോഫ്റ്റ്വെയറിനും ഇതുപോലൊരു ടൈറ്റിൽ ബാർ ഉണ്ടായിരിക്കും. അവിടെയാണ് അതിന്റെ ടൈറ്റിൽ കാണുക. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, പേരെന്താണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീനെയിം ചെയ്യാം. നമുക്ക് എന്ത് കൊടുക്കാം? ഡെമോ എന്ന് കൊടുക്കാം, എന്തെങ്കിലും ഒരു പേര്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കാനൊക്കെ സാധിക്കുമെങ്കിൽ എഴുതി വെക്കാം. കാരണം അത് കുറച്ച് ടൂൾസേ ഉള്ളൂ, നല്ല രീതിയിൽ പറഞ്ഞു തരാം, പറ്റുന്ന പോലെ നല്ല രീതിയിൽ പറഞ്ഞു തരാം. എങ്കിലും നിങ്ങൾ ഇപ്പൊ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചില സ്റ്റെപ്പുകൾ സ്കിപ്പായി പോകും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഡെമോ എന്ന് പേര് കൊടുത്തു. ഡെമോ എന്ന് പേര് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. നമ്മളെ ടൈറ്റിൽ ബാറിൽ ജാമിന്റെ പേര് മാറി ഡെമോ എന്നായി. ഓക്കെ, ദെൻ അതിന്റെ ഇടയിൽ ഇവിടെ ജാം ബോർഡിന്റെ പേജസ് ആണ് കാണിക്കുന്നത്. ഈ പേജസ് 2-3 പേജ് ആയി കഴിഞ്ഞാലാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിന്റെ ഇടയിൽ അൺഡു റീഡ് ബട്ടൺസ് ഉണ്ട്, സൂം ഇൻ സൂം ഔട്ട് ബട്ടൺസ് ഉണ്ട്. ഓക്കെ, ദെൻ സെറ്റ് ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ഇതിപ്പോ ഒരു വൈറ്റ് ബോർഡാണ്, നമുക്ക് തോന്നി വൈറ്റ് ബോർഡ് രസമില്ല, ബ്ലാക്ക് ബോർഡ് വേണം. ബ്ലാക്ക് ബോർഡ് ആണെങ്കിൽ സെറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബ്ലാക്ക് ബോർഡിന്റെ ഓപ്ഷൻ ഉണ്ട്, ബ്ലാക്ക് ബോർഡ് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് തോന്നി ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് പോരാ, ബ്ലൂ വേണം തോന്നിക്കഴിഞ്ഞാൽ ബ്ലൂ ആക്കാം. പക്ഷെ ഇത് എല്ലാ കളറിലും പറ്റില്ല, ഒരു ലിമിറ്റഡ് ആയ ഓപ്ഷൻസ് മാത്രമേ. ഗ്രിഡ് ലൈൻസ് ആയിട്ടുള്ള ബോർഡുകളുണ്ട്, പല ഗ്രിഡ് ലൈൻസ് ഉള്ള ബോർഡുകളുണ്ട്. ഓക്കെ, നമുക്ക് വൈറ്റ് ബോർഡ് തന്നെ മതി. ഓക്കെ, വൈറ്റ് ബോർഡിനെ നമ്മൾ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ? ക്ലിയർ ഫ്രെയിം. ഈ ഫ്രെയിം ക്ലിയർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറഞ്ഞു തരാം. കാരണം ഫ്രെയിമിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വേണം, എങ്കിലാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ടൂൾസ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ടൂൾസ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ടൂളേ ഉള്ളൂ. ഇതാണ് ടൂൾ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സെക്കൻഡ് ഏറ്റവും ആദ്യം നമ്മുടെ ടൈറ്റിൽ ബാർ കഴിഞ്ഞാൽ അതിന്റെ അടിയിലുള്ളതാണ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇതിന്റെ അടിയിൽ കുറച്ച് ടൂൾസേ ഉള്ളൂ. കാരണം എന്താണ്? ഇവിടെ ടൂൾ ബാർ എന്ന് പറഞ്ഞ് പുതിയൊരു ബാർ എടുക്കുന്നുണ്ട്, അതിന് അല്ല ടൂൾ ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് എടുക്കുന്നുണ്ട്. ഇതിലാണ് എല്ലാ ടൂളുകളും ഉള്ളത്. ഏറ്റവും ആദ്യത്തെ ടൂൾ നമ്മൾ എടുത്തു നോക്കി, പെൻ ടൂളാണ് ഏറ്റവും ആദ്യം. കണ്ട, അതിന് റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഏരോ മാർക്ക് ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ പല ടൈപ്പ് പെന്നുകൾ ഉണ്ട്, പല കളർ പെന്നുകളാക്കാൻ വേണ്ടി സാധിക്കും. എന്താണ്? 4 ടൈപ്പ് ബ്രഷസ് ഉണ്ട്, ബ്രഷസ് പെന്ന് ഒക്കെ കൂടിയിട്ടുള്ളത്. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന 4 എണ്ണം ഉണ്ട്. അതിൻ്റെ ഇടയിൽ എന്താ? പല കളറുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ബ്ലാക്ക് ചൂസ് ചെയ്യണം, ബ്ലാക്ക് ചൂസ് ചെയ്യാം. ബ്ലാക്ക് ചൂസ് ചെയ്തു. ഫസ്റ്റ് പെന്ന് നമ്മൾ എടുത്തു. ഇവിടെ എഴുതി എന്താ? നമ്മൾ ഹായ് നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എഴുതി. ലാപ്ടോപ്പ് ആണെങ്കിൽ വെച്ച് എഴുതുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എഴുതുന്ന സമയത്ത് മാത്രം, എഴുത്ത് അല്ലെങ്കിൽ ഒരു പെൻ ടൂൾ ഉപയോഗിക്കുമ്പോൾ മാത്രം ലാപ്ടോപ്പിന് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ അഡ്വാൻറ്റേജ് ആണ്, മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, മൊബൈലിന് അഡ്വാൻറ്റേജസ് കൂടുതലുള്ള ഏരിയ ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഫസ്റ്റ് പെന്നോണ്ട് എഴുതിയതാട്ടാ. നമ്മൾ എന്ത് ചെയ്തു? മാർക്കർ എന്ന് പറഞ്ഞ സെക്കൻഡ് ഓപ്ഷൻ എടുത്തു, ഇവിടെ എഴുതി. കുറച്ചും കൂടി തിക്നെസ് കൂടി, നിങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ചും കൂടി തിക്നെസ് എന്താണ്? ഇതിന് കൂടുതലാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ ഹൈലൈറ്റർ എന്ന് പറയും. അതായത് ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ചില സമയത്തൊക്കെ എന്താ, നമ്മൾ ചില വേർഡ്സ് ഒക്കെ അല്ലെങ്കിൽ ചില ലൈൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? തൽക്കാലം അത് നമുക്ക് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യാം എന്നേ ഉള്ളൂ. ഹൈലൈറ്റർ ഉപയോഗിച്ച് ഹായ് എന്ന് എഴുതി. അത് കഴിഞ്ഞ് ലാസ്റ്റ് ബ്രഷ് ടൂൾ ഉണ്ട്. ബ്രഷ് ടൂളിന് ട്രാൻസ്പെറൻസി കുറച്ചും കൂടി കൂടുതലാണ് കേട്ടോ. കണ്ട, കാര്യമായിട്ട് നമുക്കൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല. ഹായ് എന്ന് പറഞ്ഞത്. ഇതാണ് ഈ 4 ബ്രഷ് ടൂളുകളും യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പെൻ ടൂളുകൾ ഉപയോഗിച്ചിട്ടുള്ള എഴുതുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും ആദ്യം എന്താ? തിന്നാണ്. പക്ഷെ ഏറ്റവും ആദ്യത്തെ പെൻ ടൂൾ ഉപയോഗിക്കുമ്പോൾ എന്താ? തിന്നാണ്, പക്ഷെ നല്ല നല്ല കറുപ്പ് കളറിലായിരിക്കും. സെക്കൻഡ് മാർക്കർ ടൂള്, തേർഡ് ഹൈലൈറ്റർ ടൂള്, ഫോർത്ത് എന്താണ്? നമ്മുടെ ബ്രഷ് ടൂളാണ്. ഇതിന് കളർ മാറ്റാൻ നമുക്ക് വേണമെങ്കിൽ, നമുക്ക് ഈ മാർക്കർ ടൂളാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്. കളർ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇതുപോലെ റെഡ് കളർ ആണെങ്കിൽ റെഡ് കളർ, ഓരോന്നും എന്താ ഇതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ? ഒരു ത്രികോണം വരയ്ക്കണമെങ്കിൽ ത്രികോണം വരയ്ക്കാം, ചതുരം വരയ്ക്കണമെങ്കിൽ ചതുരം വരയ്ക്കാം. നിങ്ങൾ വിചാരിക്കും ഇത് ഇങ്ങനെ വരച്ച ഹാൻഡ് കൊണ്ട് വെറുതെ മൗസ് മാത്രം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിന്റെ സ്ക്രീൻ ടച്ച് സ്ക്രീൻ മാത്രം യൂസ് ചെയ്തിട്ട് വെറുതെ ഒരു ട്രയാങ്കിൾ, ഒരു
സ്ക്വയറോ വരയ്ക്കുന്ന പോലെയല്ല, ഇത് അത്രയും ഇൻപെർഫെക്റ്റ് അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ വേറെ ടൂളുകളുണ്ട്, അത് വരും. അത് കഴിഞ്ഞ് ഇറേസ് ടൂളാണ്. ഇറേസ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടന്റ് ഒക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. നമ്മൾ വരച്ചത് പെന്നോണ്ട് വരച്ചത് മാത്രമേ ഇറേസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇറേസ് ചെയ്ത് കളയാം. നമുക്ക് ഏത് വേണമെങ്കിൽ ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, ദെൻ ഈ ഫ്രെയിം നമുക്ക് ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ ഇറേസ് ടൂൾ ആകുമ്പോൾ ഓരോന്നായിട്ട് അല്ലേ ഇറേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിയർ ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, മൊത്തം ഫ്രെയിം എന്താ ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. കൺട്രോൾ സെറ്റ് അടിച്ച് തിരിച്ചു വരികയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് മീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് ഡിസ്കണക്ട് ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രം. കാണുന്നുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും കാണാണ്ട് വരികയാണെങ്കിൽ നിങ്ങൾ വോയിസ് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം കേട്ടാ. ദെൻ ഇറേസ് ചെയ്തു കേട്ടാ. ഇറേസ് ടൂൾ കഴിഞ്ഞു. അടുത്തായിട്ട് മൗസ് ടൂളാണ്. ഇവിടെ സെലക്ട് എന്ന് മൗസിന്റെ മൗസ് പോയിന്റർ വെച്ചിട്ടുള്ള സെലക്ട് എന്ന് പറഞ്ഞ ടൂളാണ്. അത് സെലക്ട് ടൂൾ എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ച് ഐറ്റംസ് അതിനുള്ളിൽ വേണം. ഏറ്റവും ആദ്യം നമുക്ക് ഓൾറെഡി ഈ ഒരു പേജ് നിറഞ്ഞു. നമുക്ക് അടുത്ത പേജ് വേണം. നമുക്കൊരു ബ്ലാക്ക് ബോർഡ് നിറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമ്മുടെ ക്ലാസ്സിലുള്ള ബ്ലാക്ക് ബോർഡുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമുക്ക് ചെയ്യാൻ പറ്റും എന്താ, അത് വൈപ്പ് ചെയ്തിട്ട് പുതിയ ബോർഡ് അല്ലെങ്കിൽ പുതിയതായിട്ട് വീണ്ടും എഴുതാൻ തുടങ്ങാം. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് പുതിയ ബോർഡ് തന്നെ എടുക്കാം. ഫസ്റ്റ് ബോർഡിലെ കണ്ടന്റ് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പുതിയ ബോർഡ് എടുക്കാം. അതിനെന്താണ്, ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ ഫ്രെയിം 1/1 എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ അതിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള ബട്ടൺ ക്രിയേറ്റ് ഫ്രെയിം എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫ്രെയിം കിട്ടി. അപ്പൊ നമ്മുടെ പഴയ ഫ്രെയിം എന്താണ് ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, അതിലെ കണ്ടന്റ് ഒരിക്കലും മാച്ച് കളയാതെ അല്ലെങ്കിൽ അത് ഒരിക്കലും നശിപ്പിക്കാതെ നമ്മൾ പുതിയ ഫ്രെയിമിലേക്ക് വരിക. കാരണം ഒരു വലിയൊരു മാത്സ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പുകൾ നമ്മൾ മാച്ച് കളഞ്ഞാൽ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് എഴുതുക എന്നുള്ളത് ഇതുപോലെ വിർച്വൽ ബ്ലാക്ക് ബോർഡ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പുതിയ ബോർഡ് എടുത്തു. ഓക്കെ, പുതിയ ഫ്രെയിം എന്നാണ് ഇതിനെ പറയാ, ബോർഡ് എന്നല്ല പറയാ, ഫ്രെയിം എന്നാണ് പറയാ. അപ്പൊ പുതിയ ഫ്രെയിം നമ്മൾ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. അതിൽ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്. ഈ സ്റ്റിക്കി നോട്ട്സ് എന്താണ്, നമ്മൾ ചിലപ്പോ നമ്മളിപ്പോ അടുത്ത ദിവസം ചിലപ്പോൾ ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങാൻ പോകും മുമ്പ് നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചെറിയ ചെറിയ നോട്ടുകളാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്റ്റിക്കി നോട്ട്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഈ സ്റ്റിക്കി നോട്ട്സ് നമ്മൾ എന്ത് ചെയ്തു, നേരെ രാവിലെ എണീക്കുമ്പോൾ കാണുന്ന എവിടെയെങ്കിലും ഒരു ഭാഗത്ത്, ചിലവർ ഫ്രിഡ്ജിന്റെ മുകളിലൊക്കെ ഒട്ടിച്ചു വയ്ക്കാൻ കണ്ടിട്ടുണ്ട്. ചിലൊരു റൂമിൽ തന്നെ വേഗം കാണുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. അതിന്റെ മുകളിൽ എന്ത് ചെയ്യും, രാവിലെ എണീറ്റിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ എഴുതി വെക്കും. അതുപോലെ തന്നെ ഈ സ്റ്റിക്കി നോട്ട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നോട്ടുകൾ എഴുതി വെക്കാനതാ. നമ്മൾ എന്ത് ചെയ്തു, എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ചു. കണ്ട, അപ്പൊ ഒരു സ്റ്റിക്കി നോട്ട് അവിടെ വന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആ സ്റ്റിക്കി നോട്ട് എടുക്കുന്നു കാണാം. നിങ്ങൾക്ക് വേണ്ട ഈ മഞ്ഞ കളർ വേണ്ട, ഇവിടെ എന്താ ഗ്രീൻ കളർ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്തു, ഹലോ എന്ന് എഴുതി. ഹലോ എന്ന് എഴുതി എന്ത് ചെയ്തു. ഇനി ബ്ലൂ കളർ ഉണ്ട്. ബ്ലൂ കളർ നമ്മൾ ക്ലിക്ക് ചെയ്തു, വീണ്ടും എന്ത് ചെയ്തു, ഹൗ എന്ന് എഴുതിയിട്ട് സേവ് ചെയ്തു. എന്നിട്ട് പിങ്ക് കളർ ഉണ്ട്, ആർ ഓക്കെ. ദെൻ ക്യാൻസൽ അടിച്ചു കഴിഞ്ഞാൽ എന്താ, അത് പോകും. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറന്റ് ആയ സ്റ്റിക്കി നോട്ടാണ് വേണ്ടത്, ജസ്റ്റ് ഇത് മാത്രം മതിയെങ്കിൽ എന്താ, എഴുത്ത് മാത്രം മതിയെങ്കിൽ ഇവിടെ നോട്ട് എന്ന് അല്ല, ഇവിടെ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്തു, 2 ക്വസ്റ്റ്യൻ മാർക്ക് എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അവിടെ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ മൗസ് അല്ലെങ്കിൽ സെലക്ട് ടൂളിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ എവിടെ കൊണ്ടുവന്ന് വെക്കാം. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കി നോട്ടുകളുടെ വലിപ്പം നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. കണ്ട, ഇതിന്റെ റൈറ്റ് സൈഡ് ടോപ്പില്, റൈറ്റ് അല്ല ലെഫ്റ്റ് സൈഡ് ടോപ്പിലുള്ള ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്റ്റിക്കി നോട്ട്സ് നമുക്ക്
റീനെയിം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം, ക്യൂബ് എന്ന് കൊടുക്കണം. ഞാൻ ക്യൂബ് എന്ന് കൊടുക്കാം. വീണ്ടും അടുത്തത് എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഏറ്റവും മുകളിൽ 2-3 ഒബ്ജക്റ്റുകൾ ഓവർലാപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ഏറ്റവും മുകളിൽ കാണിക്കണം, ഏറ്റവും ബാക്കിൽ കാണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഓർഡറിൽ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെൻഡ് ടു ബാക്ക്വേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അല്ലെങ്കിൽ സെൻഡ് ടു ബാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കിൽ പോയി കിടക്കും. അപ്പൊ അതിന്റെ മുകളിൽ വരുന്നതൊക്കെ ഇതിനെ ഓവർലാപ്പ് ചെയ്ത് അതിന്റെ മുകളിൽ എന്താണ് വരുന്നത് അതിൽ കണ്ടന്റ് എന്ത് ചെയ്യും, ഇത് ആ സ്റ്റിക്കി നോട്ടിലെ കണ്ടന്റിനെ അതിന്റെ മുകളിൽ ഒന്ന് എടുക്കും, അതിനെ ഹൈഡ് ചെയ്യും. ഓക്കെ, സെൻഡ് ടു ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്റ്റിക്കി നോട്ട് ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചാൽ എന്തായി, അതിനെ ഹൈഡ് ചെയ്തു. ഇനി തൽക്കാലം നമ്മൾ എന്ത് ചെയ്തു, ഈ ഗ്രീൻ ഉള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതിന്റെ മുകളിലുള്ള ഈ 3 ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഇത് ഏറ്റവും ഫ്രണ്ടിലേക്ക് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ജസ്റ്റ് ടൂൾസ് പരിചയപ്പെടുത്തൽ മാത്രമാണ്, നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കൂടി പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ഇമേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബോർഡിൽ എന്താണ്, സാധാരണ ഒരു ബ്ലാക്ക് ബോർഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഓക്കെ, സാധാരണ ഒരു ബ്ലാക്ക് ബോർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇമേജസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അല്ലെ. നമുക്ക് ഇതിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ബോർഡിൽ എന്താ, പെട്ടെന്ന് നമുക്കൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണം. നമുക്ക് തോന്നുകയാണ് പൈതഗോറസിന്റെ ഇമേജ് ഇൻസേർട്ട് ചെയ്യണം. പൈതഗോറസ് ആണ് ഇങ്ങനെ കുറെ സിദ്ധാന്തങ്ങൾ, പൈതഗോറസിന്റെ കുറെ സിദ്ധാന്തങ്ങളൊക്കെ പറയുന്നുണ്ട്. പൈതഗോറസ് സിദ്ധാന്തം പറയുന്ന സമയത്ത് പൈതഗോറസിന്റെ പിക്ചർ വേഗം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്തു, നേരെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു, സെലക്ട് ഫ്രം യുവർ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ഞാൻ എന്താ പൈതഗോറസിന്റെ ഫോട്ടോ നേരിട്ട് മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത് ഗൂഗിൾ ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈതഗോറസ് എന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, പൈതഗോറസിന്റെ പിക്ചർ ഏതെങ്കിലും നമുക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പിക്ചർ എടുക്കാം. സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ, പൈതഗോറസിന്റെ പിക്ചർ നമ്മുടെ ബോർഡിലേക്ക് എത്തി, ലോഡ് ആവണേ ഉള്ളൂ. ഓക്കെ, പൈതഗോറസിന്റെ പിക്ചർ എന്താ നമ്മുടെ ബോർഡിലേക്ക് എത്തി. കണ്ട, ഈ പൈതഗോറസിന്റെ പിക്ചർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറുതാക്കാം. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം, ടൂൾസ് പരിചയപ്പെടുത്തൽ മാത്രമാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത് കേട്ടോ. ചെറുതാക്കാം. അതുപോലെ തന്നെ മറ്റേതുപോലെ തന്നെ എന്താ, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ദെൻ നമുക്ക് തോന്നി എന്താ, നമ്മൾ ട്രിഗ്നോമെട്രി എടുക്കുന്നു. ഓക്കെ, ട്രിഗ്നോമെട്രി എടുക്കുന്ന സമയത്ത് കുറച്ച് ഷേപ്പുകൾ കാണും. നേരെ എന്ത് ചെയ്തു, ഇവിടെ സർക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്താ, ഇവിടെ സർക്കിൾ ഉണ്ട്. സർക്കിൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ വരയ്ക്കാം. വീണ്ടും ക്ലിക്ക് ചെയ്തു എന്താ, നമുക്ക് ഇനി സ്ക്വയർ വേണം. സ്ക്വയർ ഇവിടെ ഉണ്ട്, നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, സ്ക്വയർ വരച്ചു. ഓക്കെ, വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ, അതുപോലെ പല ഷേപ്പുകൾ ഉണ്ട്. നമുക്ക് ഏത് ഷേപ്പ് ആണ്, എല്ലാ ഷേപ്പുകളും കിട്ടുമെന്നല്ല പറയുന്നത്, എങ്കിലും അതിലുള്ള ഷേപ്പുകളൊക്കെ ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ അങ്ങനെ കുറച്ച് ഷേപ്പുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഷേപ്പിന്റെ കളർ മാറ്റണമെങ്കിൽ ഈ ഷേപ്പ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഈ ട്രയാങ്കിൾ ട്രയാങ്കിൾ അല്ല, സോറി, സ്ക്വയർ ആയിരുന്നു. സെലക്ട് ടൂൾ എടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. ഇനി അതിന്റെ കളർ മാറ്റണമെങ്കിൽ, എഡ്ജസിന്റെ കളർ മാറ്റണമെങ്കിൽ, അതിന്റെ ഫിൽ കളർ എന്തെങ്കിലും കൊടുക്കണമെങ്കിലൊക്കെ എന്താ, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ ഭംഗിയാക്കാം, കുട്ടികൾക്ക് എത്രയും അട്രാക്റ്റീവ് ആയിട്ട് എടുത്തു കൊടുത്താലാണ്. ഓൺലൈനൊക്കെ അല്ലേ, ഭയങ്കര ഡ്രൈ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്താൽ എന്ത് ചെയ്യും, കുട്ടികൾ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ വല്ല വഴിക്ക് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് ബെറ്റർ ആയിട്ടുള്ള വഴിയിൽ എന്ത് ചെയ്യും, ക്ലാസ് എടുക്കും. അപ്പൊ അവര് ക്ലാസ് ശ്രദ്ധിച്ചോളും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താ പറയേണ്ടത് എന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും അടുത്ത പേജിൽ എന്ത് വരും എന്നുള്ളത് അവര് കൗതുകത്തോട് കൂടി നോക്കിയിരിക്കും. അപ്പോ നമുക്കത് ആ ഒരു കൗതുകത്തിന്റെ മുകളിൽ എന്താ, നമുക്ക് ആ കൗതുകത്തോട് കൂടിയിട്ട് അവരിയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താണോ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യം അത് നമുക്ക് പതുക്കനെ അവരുടെ തലയിൽ കയറ്റി കൊടുക്കാൻ പറ്റും. അല്ലാതെ പണ്ടത്തെ വടിയെടുത്ത് പഠിപ്പിക്കുന്ന കാലമൊക്കെ പോയി.
ദെൻ അടുത്തതായിട്ട് ടെക്സ്റ്റ് ടൂളാണ്, ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ ടൂളാണ്. സാധനത്തെ പോലെ എല്ലാത്തിനുള്ള പോലെ സംതിങ് എന്ത് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ദെൻ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് അതിൽ ഉൾപ്പെടുത്താം. ഇനി ഏറ്റവും താഴെ എന്നും അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പുതിയൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് വേണമെങ്കിൽ ഇവിടെ എഴുതാം. നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. എന്താ polygons. Then കുറച്ച് ഇമേജസ് വേണ്ട, നമുക്കൊരു സ്ക്വയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഒരു സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഒരു ട്രയാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഒരു വർക്ക്ഷീറ്റ് മോഡൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇന്റീരിയർ ആംഗിൾസിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്രയാ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ സർക്കിൾ ആണെങ്കിൽ നമുക്ക് എന്താ, ഓക്കെ, നമ്മുടെ സ്ക്വയർ ഒക്കെ ആണെങ്കിൽ എന്താ 360 വരും, ട്രയാങ്കിൾ ആണെങ്കിൽ എന്ത് ചെയ്യും 180 വരും. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതുപോലെ ഇത് ഡിലീറ്റ് ചെയ്തോളെ, രണ്ടെണ്ണം മതി. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു സ്റ്റിക്കി നോട്ട് പോലെ നമുക്ക് എഴുതി വെക്കാം. കുറച്ച് ഇത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേണ്ട, പിങ്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ഒരു 3 ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, എങ്ങനെയാണ് ഇത് ലൈവായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂമുകളിൽ. കുട്ടികൾ ഇത് ലൈവായിട്ട് യൂസ് ചെയ്യാന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ ലൈവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ളത്. ഇത് ലൈവായിട്ട് യൂസ് ചെയ്യാൻ എങ്ങനെ ലൈവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൈവായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത്. ജസ്റ്റ് പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതാണെങ്കിൽ 360 എന്നുള്ള സ്ഥലത്തേക്ക് വരയ്ക്കാം, എന്താണെങ്കിൽ എന്ത് ചെയ്യാം 180 എന്നുള്ള സ്ഥലത്തേക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഒരു ഏരോ മാർക്ക് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഇത് ലൈവായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഓപ്ഷൻ. ഇത് നിങ്ങൾക്കും ലൈവായിട്ട് യൂസ് ചെയ്യാം. ക്ലാസ്സിൽ ലൈവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ബോർഡാണ്. ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇതിന്റെ ഏറ്റവും താഴെ ലേസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ പറയാം എന്താണ്, നമുക്ക് ഈ വർക്ക്ഷീറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്താ, ഇത് ഏതാണ് ഷേപ്പ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ചോദിക്കാം. കണ്ട, ഇത് ലേസർ ടൂളാണ്. കണ്ട, ലേസർ ടൂളാണ്. ലേസർ ടൂളിന് എന്താണ്, നമുക്ക് ഇതുപോലെ ഇങ്ങനെ അതിങ്ങനെ ഒരിക്കലും അതിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കില്ല. നമുക്ക് എന്ത് ചെയ്യും, അത് ജസ്റ്റ് തന്നെ മാഞ്ഞു പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ആണ്. അപ്പൊ ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾസ് എന്തൊക്കെയാണ്, ഇതെന്താണ്, ഇതിന്റെ ഉള്ളിൽ ഫസ്റ്റ് ആംഗിൾ ആണ്, ഇത് സെക്കൻഡ് ആംഗിൾ ആണ്, ഇത് തേർഡ് ആംഗിൾ ആണ്. അപ്പൊ ആംഗിളിന്റെ സം എത്രയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. അപ്പോ ഇത് എത്രയാണ്, ഇതിപ്പോ ഒരു സ്ക്വയർ ആണെങ്കിൽ എത്ര വരും, ആംഗിൾസ് എത്ര വരും, ഇതൊക്കെ 90 ആണ്. അപ്പൊ 90 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആംഗിൾസ് എത്രയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഇതുപോലുള്ള ഒരു വർക്ക്ഷീറ്റ് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഷെയർ ചെയ്യാം. എങ്ങനെ ഷെയർ ചെയ്യാം, എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കുറെ ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റുഡൻസിന്റെ മെയിൽ ഐ ഡി ഇവിടെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് നേരെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ സ്റ്റുഡൻസിന് അവർ ഏത് മെയിലിൽ കൂടിയാണ് കയറുന്നത് എന്ന് അറിയാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതായത് അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, നേരെ അടിയിൽ എന്താ ഇവിടെ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഓൺ ചെയ്യും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. എന്താ ചെയ്തത്, നമ്മൾ
ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. ഇവിടെ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കാൻ, നമുക്ക് മെയിൽ ഐ ഡി അറിയില്ലെങ്കിൽ അടിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ആരൊക്കെ എന്തൊക്കെ ചേഞ്ച് വരുത്തിയെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇവിടെ എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് പറഞ്ഞ സെക്കൻഡ് ഓപ്ഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇനി വ്യൂവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, എഡിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ദെൻ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, ഡൺ കൊടുക്കുക. വ്യൂവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ലൈഡ്സ് ഒക്കെ അവർക്ക് കാണാൻ പറ്റും, സ്ലൈഡ് പോലെ കാണാൻ പറ്റും, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, നേരെ നിങ്ങളുടെ ചാറ്റ് ബോക്സ് എടുക്കുക. ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ നമുക്ക് ഈ ലിങ്ക് അങ്ങ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ആ ലിങ്ക് കയറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ജാംബോർഡിലെത്തും. ഞാനിപ്പോൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതുവരെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജാംബോർഡിൽ എന്താണ് നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേണമെങ്കിൽ കുറെ കുത്തി വരച്ചിടാം, വേണമെങ്കിൽ കുറെ നോട്ട്സ് ആഡ് ചെയ്യാം. നോട്ട്സ് മീൻസ് സ്റ്റിക്കി നോട്ട്സ് ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഷേപ്സ് ആഡ് ചെയ്യാം, നിങ്ങളുടെ പേരുകൾ എഴുതാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, മൊബൈൽ വഴിയാണ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ബോർഡിലാണ് എഴുതേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് പറയാം. ഇവിടെ എന്താണ്, ഇവിടെ ടോട്ടൽ നമ്മുടെ ഫ്രെയിമുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിന് മുകളിൽ കാണുന്നത്. അപ്പൊ ലെഫ്റ്റ് ഫ്രെയിമിലേക്ക് റൈറ്റ് ഫ്രെയിമിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന് മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട എത്ര ഫ്രെയിമുകൾ, എല്ലാ ഫ്രെയിമുകളും നമുക്ക് തുറന്നു വരും. ഏത് ഫ്രെയിമിലാണ് ആ ആള് കയറിയത്, ഏത് ഫ്രെയിമിലാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്താ ഇവിടെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ. ആരും എന്തൊക്കെ ചെയ്യുന്നു, പകരം ഇതിപ്പോ ഒരു ചെറിയൊരു അനോണിമസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ പകരം നിങ്ങൾ മെയിൽ ഐ ഡി ആണ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ ആ കുട്ടിയുടെ പേര് അതിൽ കാണിക്കും. അപ്പൊ ആദ്യം മിഥുൻ എന്ന് പറഞ്ഞ കുട്ടീനെ വിചാരിക്കും. അപ്പൊ മിഥുൻ അവിടെ എന്ത് ചെയ്യുന്നു, അപ്പൊ ഈ വർക്ക്ഷീറ്റ് ഇവിടെ ഉണ്ട്, 4th പേജിൽ വർക്ക്ഷീറ്റ് ഉണ്ട്. മിഥുനോട് 4th പേജിൽ വർക്ക്ഷീറ്റ് പൂരിപ്പിക്കാൻ പറഞ്ഞ് മിഥുന്റെ മെയിൽ ഐ ഡി കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ വന്നിട്ട് ആ വർക്ക്ഷീറ്റ് ചെയ്യും ലൈവായിട്ട്. ഓക്കെ, അപ്പൊ ലൈവായിട്ട് വർക്ക്ഷീറ്റ് ചെയ്യുമ്പോൾ എന്താ, മിഥുൻ തെറ്റിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു 10 കുട്ടികൾക്ക് ഒരുമിച്ച് കൊടുത്താൽ പോലും ഓരോ കുട്ടിയും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ടീച്ചർക്ക് ഇവിടെ നിന്ന് കാണാം. ടീച്ചർ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ മതി. ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റിലേക്കുള്ള ആ പ്രസന്റേഷൻ ഓഫ് ചെയ്യുക മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്റ്റുഡൻസ് എന്ത് ചെയ്യും, അവരുടെ കാര്യങ്ങൾ അതിനുള്ളിൽ ചെയ്തു. ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഇത് വൈഡായിട്ട് മാത്സ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എങ്ങനെ മാത്സ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഈ ഫ്രെയിമുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയിടാം കേട്ടോ. എന്താ ഓർഡർ ഒക്കെ അറേഞ്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രാഗ് ചെയ്തിട്ട് അവിടേക്ക് ഇവിടേക്ക് കൊണ്ടുവന്നിടാം. ഇപ്പൊ ഓർഡർ ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്താൽ അങ്ങനെ കുറെ ഗുണങ്ങളും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ദെൻ നമുക്ക് ഇത് എങ്ങനെയാണ് മൊബൈലിൽ യൂസ് ചെയ്യാം എന്ന് കൂടി നോക്കാം. അപ്പോ ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഒന്ന് ക്ലോസ് ചെയ്യാണ്, എന്നിട്ട് മൊബൈലിൽ ലോഗിൻ ചെയ്യാം. മൊബൈലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രസന്റേഷൻ ക്ലോസ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൊബൈലിൽ ചെയ്യുമ്പോൾ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലധികം കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് എക്സ്ട്രാ കിട്ടും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ ലാപ്ടോപ്പിലെല്ലാം ഇപ്പൊ പുതിയ മോഡലൊക്കെ ടച്ച് സ്ക്രീൻ ഉള്ള ലാപ്ടോപ്പുകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും കൂടുതൽ പഴയ മോഡലൊക്കെ എന്താണ് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും. ടച്ച് ചെയ്യാൻ ടച്ച് സ്ക്രീൻ ഉള്ള ലാപ്ടോപ്പുകളാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് ഇതുപോലെ മാത്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ എന്താ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം.
നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ ആദ്യം എടുത്ത ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ട് ഓക്കെ, ഇതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിലെങ്ങനെയാ മൊബൈലിൽ ഇതുപോലെ തുറന്നു വരിക. ഇതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് താഴെ ഒരു പെൻസിൽ ബട്ടൺ ഉണ്ട്, കണ്ട? ഈ പെൻസിൽ ബട്ടൺ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താ അടിയിൽ കുറേ ടൂൾസ് ഓപ്പൺ ചെയ്ത് വരും. നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാം. ദെൻ ജാംബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്, എങ്കിലാണ് മൊബൈൽ സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് നോക്കാം. എന്ത് ചെയ്തു? ലാസ്റ്റ് ഫ്രെയിം മാറ്റി ഒരു ഫ്രെയിമിലേക്ക് പോയി. നമുക്കിവിടെ കുറച്ച് ഒരു എന്തെങ്കിലും കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ എഴുതണം. നമ്മൾ ഏതെങ്കിലും ഒരു ഇതെടുത്തു, പെൻ വെച്ച് നമുക്ക് ഇതുപോലെ എഴുതാം ഹായ് എന്നുള്ളത്. ഓട്ടോമാറ്റിക് നമ്മുടെ ലാപ്ടോപ്പിൽ എന്താണ് ഇതായിട്ട് വരും, തന്നെ സിങ്ക് ആയിട്ട് വരും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് കളർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? കളർ മാറ്റാം. കുറച്ചുകൂടി ബെറ്റർ പെൻ ഉപയോഗിക്കും. കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് വെറുതെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ മാറ്റാം. പക്ഷെ മൊബൈലിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ചില ഐക്കൺസ് ക്ലബ് ചെയ്ത് വരുന്നുണ്ട്. അത് മൊബൈലിന്റെ വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നുണ്ട്, അഡ്വാൻറ്റേജ് ആയിട്ട്. ഫസ്റ്റ് ഈ പെൻ ടൂളില് അടിയിൽ എന്താണ് കുറച്ച് എക്സ്ട്രാ ടൂൾസ് ഉണ്ട്, കണ്ട? ഈ എക്സ്ട്രാ ടൂൾസ് ഇവിടെ എന്താ? നമുക്ക് ഈ എ എന്ന് പറഞ്ഞ ടൂള് ജസ്റ്റ് എടുത്തു, നമ്മൾ ഇവിടെ എഴുതാൻ പോവാ. എന്ന് എഴുതി കഴിഞ്ഞ് നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ എന്താ? ഓട്ടോമാറ്റിക് അത് എഴുത്ത് രൂപത്തിലായി മാറി, കണ്ട? ടെക്സ്റ്റ് ആയി മാറി. നമുക്കിവിടെ എഴുതാനുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റ് അല്ലെങ്കിൽ എന്താണെങ്കിലും ഹാൻഡ് റൈറ്റ് ചെയ്യണത് നമുക്ക് നേരിട്ട് ഹാൻഡ് റൈറ്റ് ചെയ്യണത് നമുക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കണ്ട? കളർ നമുക്ക് മാറ്റാം. അതുപോലെ നമ്മൾ ഷേപ്സ് വരയ്ക്കാന്ന് വിചാരിക്കും. ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ സർക്കിൾ വരയ്ക്കുമ്പോൾ സർക്കിൾ ആവണമെന്നില്ല, സ്ക്വയർ വരയ്ക്കുമ്പോൾ സ്ക്വയർ ആവണമെന്നില്ല, ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ട്രയാങ്കിൾ ആവണമെന്നില്ല. പക്ഷേ ഇതിന് ഈ പെൻ ടൂളിന്റെ താഴെയായിട്ട് ഇവിടെ എന്താണ് നമ്മുടെ ടൂളുകൾ എടുക്കുന്നുണ്ട്, ഇതുപോലെ ഷേപ്പ് ടൂളുകൾ എടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ മറ്റേ ആ ടൂൾ ഓൺ ചെയ്തിട്ടില്ല, ഒരു ട്രയാങ്കിളോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു സർക്കിളോ വരയ്ക്കുകയാണെങ്കിൽ എന്താ ആ സർക്കിളും സ്ക്വയറും ഇതൊക്കെ ആയി മാറും. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ എന്താ വളരെ എളുപ്പമാണ്. നമ്മളെ ഷേപ്പുകൾ വേഗം വേഗം വരച്ചു പോയാൽ മതി, ഓട്ടോമാറ്റിക് എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഷേപ്പായി മാറും. നമുക്ക് യാതൊരു കാര്യം എന്താ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ കളറ് അതെ നമുക്ക് എന്താ മാറ്റി കൊടുക്കാൻ വേണ്ടി സാധിക്കും. കണ്ട? ഓക്കെ, ബാക്കിയുള്ള ടൂളുകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. എന്താ ഇതിവിടെ ലേസർ ടൂളാണ്. ലേസർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാം. ഇതിലൊരു നമ്മുടെ ലാപ്പിലുള്ളതിനേക്കാളും കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇമേജ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ അവിടെ പ്ലസ് എന്ന് പറഞ്ഞ ഇതുണ്ട്, അതിൽ ഇമേജ് ഇൻസെർട്ട് ചെയ്യാൻ ഇത്ര ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന് സ്റ്റിക്കി നോട്ട് ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമേജ് ഒക്കെ ഇൻസെർട്ട് ചെയ്യുന്ന ക്യാമറയിൽ നിന്നോ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നോ ഇല്ലെങ്കിൽ
നമ്മുടെ ഫയൽസ് ഒന്നും ഇൻസേർട്ട് ചെയ്യാം, അല്ലാതെ ഇന്റർനെറ്റ് നേരിട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതാവുമ്പോ എന്താ, ഇതിൽ ഏത് ഓപ്ഷൻ യൂസ് ചെയ്താലും നമുക്ക് എന്താ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്തായാലും നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും എന്തായാലും. ഓക്കെ, ലാപ്ടോപ്പിലാവുമ്പോൾ എന്താ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ സേവ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് ഇറേസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇറേസ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇറേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇങ്ങനെ കുത്തി വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇറേസ് ചെയ്യാം. നമുക്ക് ക്ലിയർ ഫ്രെയിം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇറേസ് ചെയ്യണതിന്റെ അടുത്ത് ഒരു ഏരോ മാർക്ക് ഉണ്ട്, അതിൽ ക്ലിയർ കൊടുക്കാം. ഓക്കെ, ഏരോ കീസ് ഉണ്ട്. ഈ ഏരോ കീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് എടുക്കാം. അത് ഡിലീറ്റ് ചെയ്യണോ, ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിക്കണോ, ഓക്കെ, ആ കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് നോക്കാം. എന്താണ് സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ളത് ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് ഈ ഷേപ്പ് നമ്മൾ ഇതിന്റെ ഈ ഷേപ്പിന്റെ ബാക്കിയുള്ള ഷേപ്പുകളുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് അപ്പൊ എന്താ ഉണ്ടായത്, നമുക്ക് വേണ്ടത് എന്താണ്, ഈ ഒരു ഷേപ്പിന്റെ ബാക്കിലായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിലായിട്ട് ആ സ്ക്വയറും ട്രയാങ്കിളും വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ, അത് ഏറ്റവും ബാക്കിൽ പോയി കിടക്കുന്നുണ്ടാവും. കണ്ടോ, ഇതാണ് സെൻഡ് ടു. ഇത് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് ഷേപ്പുകളൊക്കെ എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ വന്ന് എടുക്കും. അവസാനം നിർമ്മിച്ച ഷേപ്പ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കണ്ടോ, ഈ ഷേപ്പ് നമ്മൾ എന്താ, ഷേപ്പ് ഇതിന്റെ മുകളിൽ വന്ന് ഇടുന്നു. നമുക്ക് എന്ത് ചെയ്യണം, ഷേപ്പ് അതിന്റെ ബാക്കിലേക്ക് പോകണം. ഈ ഹായ് എന്ന് എഴുതിയതിന്റെ ബാക്കിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യും, സെൻഡ് ടു ബാക്ക്വേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. കണ്ടോ, ആ ബാക്കിലേക്ക് പോയി. ഓക്കെ, ഇപ്പോ ഓൾമോസ്റ്റ് 3/4 മണിക്കൂർ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇത് കുറെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഉപയോഗിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എന്താണ് വേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ദെൻ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ പ്രസന്റ് ചെയ്തതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നോ? ഓ, ഞാൻ കണ്ടില്ല മെസ്സേജ്. ഇല്ല സാറേ. ഓക്കെ ഓക്കെ, ദെൻ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഫോണിൽ എങ്ങനെ ഫ്രെയിം ഷെയർ ചെയ്യാൻ കാണിക്കാവോ? ഫോണിൽ ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫോണിൽ ഷെയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് വന്ന സ്ക്രീൻ ഇതുപോലെയാ അല്ലേ? നമ്മൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ഓൺ ആക്കിയിട്ട് ഇത് ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു, പഴയ പോലെ തന്നെ വെർട്ടിക്കലായിട്ട് പിടിച്ചു. അപ്പൊ അതിന്റെ ഏറ്റവും മുകളിൽ നമ്മുടെ കുറച്ച് ഓപ്ഷൻസ് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിക്ക് ഓപ്ഷൻ ഉണ്ട്. ടിക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ മൊബൈലിന്റെ നെറ്റ്വർക്ക് പുവർ ആയിരിക്കും. അപ്പോ നമ്മുടെ ലാപ്പിന്റെ നെറ്റ്വർക്കുമായിട്ട് സിങ്ക് ആവണം എന്നില്ല. അപ്പൊ വേഗം വേഗം സേവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരും. ഓക്കെ, നമ്മുടെ റാം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ റാമിന് മാത്രം സേവ് ആയിക്കൊണ്ടിരിക്കില്ല, നേരിട്ട് എന്താ ഇന്റർനെറ്റിലേക്ക് വേഗത്തിൽ തന്നെ അപ്ലോഡിങ് നടക്കും. ഈ ഡെമോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പേരായിരുന്നു. ഇവിടെ ഒരു കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഒരു അപ്ലോഡിങ്ങിന്റെ ഒരു ഓപ്ഷൻ എടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാം ബോർഡ് വൈഡ് ആയിട്ട് നമ്മുടെ സ്മാർട്ട് ബോർഡുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ സ്മാർട്ട് ബോർഡുകൾ കുറെ ഭയങ്കര വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കത് ഒരു വൈറ്റ് ബോർഡ് പോലെ പലരും യൂസ് ചെയ്യുന്നെങ്കിലും അതിന് സ്മാർട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ കുറെ യൂസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഐക്കൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ സ്മാർട്ട് ബോർഡുമായിട്ട് കണക്ട് ചെയ്യാം വൈഫൈ വഴി. അപ്പൊ നമുക്ക് മൊബൈലിൽ ഒരു ക്ലാസ്സിന്റെ ഒരു മൂലയിൽ ഇരുന്നിട്ട് മൊബൈൽ വഴി ഇത് എടുത്താൽ മതി. ഇല്ലെങ്കിൽ എന്താ, ക്ലാസ്സിലേക്ക് വരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട്
നിങ്ങളുടെ ക്ലാസ് എടുക്കാം. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, അത് സ്മാർട്ട് ബോർഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടൊരു 3 കുത്തുണ്ട്. അത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ആഡ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മെയിൽ ഐ ഡി വഴി ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. പക്ഷെ സാധാരണ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും ഇത് യൂസ് ചെയ്യാൻ അത്രത്തോളം ഇഷ്ടം കാണിക്കണമെന്നില്ല. പക്ഷെ സപ്പോസ് നിങ്ങളൊരു ഡെമോൺസ്ട്രേഷൻ നടത്തുകയാണ് നിങ്ങളുടെ ക്ലാസ്സിലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, ഇനി ആർക്കും ഡൗട്ട്സ് ഇല്ലേ? ആർക്കും ഇല്ലെങ്കിൽ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ നിവേദ്? അത് നമ്മളിപ്പോ ഗൂഗിൾ മീറ്റില് അഫിഫ ഒരു സെക്കൻഡ്, ഗൂഗിൾ മീറ്റിൽ വിളിക്കുമ്പോഴേ ഗൂഗിൾ മീറ്റിന്റെ തന്നെ ആ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും ഒരു വൈറ്റ് ബോർഡ് വരുന്നുണ്ടല്ലോ. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വൈറ്റ് ബോർഡ്, ഓപ്പൺ എ ജാം ബോർഡ് വരുന്നുണ്ട്. ഉണ്ട്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പൺ എ ജാം ബോർഡ് എടുക്കുന്നതും നമ്മൾ മറ്റേ 9 ഡോട്ട്സിൽ പോയി ജാം ബോർഡ് എടുക്കുന്നതും സെയിം ആണോ? രണ്ടും സെയിം വിൻഡോയിലേക്ക് തന്നെ വരിക. പക്ഷെ ചില സമയത്ത് മാത്രം നമ്മുടെ 3 ഡോട്ടുകൾ വഴി, അതായത് ഗൂഗിൾ മീറ്റിൽ നേരിട്ട് ജാം ബോർഡ് യൂസ് ചെയ്യുമ്പോൾ പുതിയ ജാം ബോർഡ് തുറന്നു വരാറുണ്ട്. നമ്മൾ പ്രീവിയസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചത് അല്ലാതെ പുതിയ ജാം ബോർഡ് തുറന്നു വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് സെറ്റ് ചെയ്തതിലേക്ക് പോകാൻ പറ്റുമോ? പ്രീവിയസ് സെറ്റ് ചെയ്തതിലേക്ക് പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്ക് പോവാം. നല്ല ഓപ്ഷനാണ്. സെയിം, അതായത് ഇത് സിങ്ക് ചെയ്ത് വന്നു എന്നേ ഉള്ളൂ രണ്ടിന്റെ ഒപ്പം. മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അടുത്ത് പുതിയ അപ്ഡേഷനിലാണ് അത് വന്നിരിക്കുന്നത്. അത് ജി സ്യൂട്ട് ഉള്ളതിലേ വരുന്നുള്ളൂ. മൊബൈലിൽ ആ ഓപ്ഷൻ കിട്ടുന്നില്ല. മൊബൈലിൽ ഓപ്ഷൻ ഇല്ല. ജി സ്യൂട്ട് ഇല്ലാത്ത പ്രൈവറ്റ് അക്കൗണ്ടിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മിസ്സേ ജാം ബോർഡ്. ലാപ്ടോപ്പ് വഴി കയറുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ, മൊബൈലിൽ കിട്ടില്ല. അഫീഫ എന്തായിരുന്നു ചോദിച്ചത്? ചോദിച്ചോളൂ. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ജാം ബോർഡ് കിട്ടുന്നതേ നമുക്ക് ഗൂഗിൾ മീറ്റില് അത് ഷെയർ ചെയ്യാൻ പറ്റുമോ? ലിങ്ക് ആണോ? ആപ്ലിക്കേഷന്റെ ലിങ്ക് ആണോ? ലിങ്ക് അല്ല, സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്ക്രീൻ ഷെയർ ചെയ്യാം. സാധാ സ്ക്രീൻ ഷെയറിംഗ് മൊബൈലിലാണ്, ലാപ്ടോപ്പിലാണെങ്കിലും സ്ക്രീൻ ഷെയറിംഗ് കൊടുത്തിട്ട് നമ്മൾ ജാം ബോർഡിന്റെ വിൻഡോയിലേക്ക്. ഓക്കെ, ഫോണിൽ ഗൂഗിൾ മീറ്റിന്റെ സ്ക്രീൻ ഷെയർ കൊടുത്തിട്ട് പോകണം അല്ലേ? ഗൂഗിൾ മീറ്റിന്റെ സ്ക്രീൻ ഷെയർ കൊടുത്തിട്ട് പോകണം. ഓക്കെ. സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഇനി ഡൗട്ടുകളൊക്കെ വരിക. നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇനി യൂസ് ചെയ്യുക. നല്ലൊരു ഇതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാനൊക്കെ സാധിക്കും. കാരണം നിങ്ങളുടെ കൈയക്ഷരത്തിലുള്ള ഭംഗിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും വരില്ല. ഒരിക്കലും ഒരു പ്രശ്നമാവില്ല ഇത് യൂസ് ചെയ്യാൻ. നമ്മൾ സാധാ ബ്ലാക്ക് ബോർഡിലൊക്കെ ആകുമ്പോൾ നമ്മുടെ കൈയക്ഷരം ഒക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. സ്ലൈഡ് പോലെ വേണമെങ്കിൽ, അല്ലെങ്കിൽ വർക്ക്ഷീറ്റ് പോലെ ആക്കണമെങ്കിൽ വർക്ക്ഷീറ്റ് ആക്കാം, ഇന്ററാക്റ്റീവ് ആക്കാം. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ അത് ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട് നമുക്ക്. നമ്മളത് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇവര് ചെയ്ത് നോക്കുമ്പോഴേ ഇനി ഡൗട്ട്സ് വരുള്ളൂ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ ഡൗട്ട്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്ക് ഡൗട്ട് വരിക. ഇപ്പൊ അവര് ജസ്റ്റ് കണ്ടിട്ടല്ലേ ഉള്ളൂ. അതെ,
ഇനി ആർക്കും ഇല്ലേ ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം നിവേദും തിരക്കിലുണ്ട്. അവർക്ക് ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആഷിഫ. ആഷിഫ മിസ്സേ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. മിസ്സേ. ചെയ്തു. അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ക്ലാസ് തന്ന നിവേദ് സാറിന് നന്ദി പറയാണ്. സാറ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ക്ലാസ് എടുത്ത് തന്നത്. നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ കൂടെ ഗൂഗിളിൽ ഇത്രയും സൗകര്യങ്ങളുണ്ട്, നമുക്ക് മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ ഇത്രയും സിമ്പിൾ ആക്കി പഠിപ്പിക്കാമെന്ന് സാറിന്റെ ഈ ഒരു ക്ലാസ് കൊടുക്കണം നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി സർ. ബാക്കി ഇത്രയും നേരം സാറിന്റെ ക്ലാസ് ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു മിസ്. ഇങ്ങനെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്ന വിജി മിസ് ആണ്. അപ്പൊ വിജി മിസ്സിന് വളരെ അധികം നന്ദി അറിയിക്കുന്നു സാറിന്റെ ക്ലാസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നതിൽ. മിസ്സേ താങ്ക് യു. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ നിവേദ, ഞാൻ എന്റെ വക ഒരു പ്രാവശ്യം കൂടെ താങ്ക്സ് പറയണു കേട്ടോ. ഇതുപോലെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് തരാൻ മിസ്സായിരുന്നു ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നത്. എന്താ എനിക്ക്